എനിക്ക് എന്നും ജീവൻ തരാൻ പരിശുദ്ധ കുർബാന സ്ഥാപിച്ച ഈശോയുടെ പെസഹ തിരുനാളിൻ്റെ പ്രാർത്ഥനാ മംഗളങ്ങൾ. ഇന്ന് പെസഹ വ്യാഴം, ഇംഗ്ലീഷിൽ മൗണ്ടി തേസ്ഡേ. അത് പ്രതിപാദിക്കുന്നത് മാഗ്ദാനും നോവും, പുതിയ കൽപ്പന, സ്നേഹത്തിൻ്റെ പുതിയ കൽപ്പനയുമായി സ്നേഹത്തിൻ്റെ കുലപതിയായ ക്രിസ്തു എൻ്റെ മുമ്പിൽ കുർബാനയായി തീർന്ന ദിവസം. ഈ ദിവസത്തിൻ്റെ ഓർമ്മകളിലൂടെ കടന്നു പോകുമ്പോൾ പെസഹ എന്നാൽ കടന്നു പോകലാണ്. ഞാനും നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകേണ്ടവരാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ചുള്ളിക്കാടിൻ്റെ വിനയം എന്ന് പറയുന്ന സുന്ദരമായ കവിതയുടെ ഈരടികൾ ഇങ്ങനെയാണ്: കഴുകി ശിഷ്യപാദങ്ങൾ പണ്ടൊരിക്കൽ ജഗദ്ഗുരു, അതിവിനയം കൊണ്ട് മർത്യഗർവ് അടക്കാൻ ഞാൻ അഹങ്കാരിയാം കീടം പാപജാതൻ, നിന്റെ ഈ താഴ്ച എനിക്ക് സഹിക്കാൻ അരുതേ ഗുരു. സ്നേഹത്തിൻ്റെ പുതിയ കൽപ്പന മുമ്പിലേക്ക് വെച്ചുകൊണ്ട് തകർന്നു നിൽക്കുന്ന ഈ മാനവരാശിയുടെ മുമ്പിൽ വർണ്ണ വിവേചനത്തിൻ്റെ പേരിൽ, ചേരിതിരിവുകളുടെ പേരിൽ, അധികാര കൊതിയുടെ പേരിൽ, ഒരു വൈറസ് ബാധിച്ച് ജീവിതം മുമ്പോട്ട് പോകുന്ന എൻ്റെ മുമ്പിൽ സാഹോദര്യത്തിൻ്റെ, അനുരഞ്ജനത്തിൻ്റെ, കൂടെ നടക്കലിൻ്റെ, പരസ്പരം കേൾക്കുന്നതിൻ്റെ, അംഗീകരിക്കുന്നതിൻ്റെ, പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെയൊക്കെ പുതിയ സ്നേഹത്തിൻ്റെ കൽപ്പന എനിക്ക് പറഞ്ഞു തരികയാണ് ഈ പെസഹ തിരുനാൾ. കഴിഞ്ഞുപോയ ആഗോള സിനഡ് മുമ്പിലേക്ക് വെച്ച 3 കാര്യങ്ങളുണ്ട്: കൂട്ടായ്മ, പങ്കാളിത്തം, പ്രേക്ഷിത ദൗത്യം. പരിശുദ്ധ കുർബാനയാകുന്ന കൂട്ടായ്മയിലും പരിശുദ്ധ കുർബാനയോടുള്ള പങ്കാളിത്തത്തിലും പരിശുദ്ധ കുർബാന ഉൾച്ചേരുന്ന പ്രേക്ഷിത ദൗത്യത്തിൽ നിന്നും ശക്തി സ്വീകരിച്ചിട്ട് ഞാൻ സ്വന്തമാക്കിയ, ഞാൻ അനുഭവിച്ച കർത്താവിനെ പറഞ്ഞു കൊടുക്കാൻ, മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം ഈ പെസഹ തിരുനാൾ എന്നെ ഒന്നുകൂടി ചിന്തിപ്പിക്കുകയാണ്. ക്രിസ്തുവിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതിൻ്റെ ഒരു ജീവിത നിയോഗമാണെന്ന് തന്നെ ഞാൻ ഊട്ടിയുറപ്പിക്കണം. അതാണ് ക്രൈസ്തവനായ എൻ്റെ മുമ്പിൽ സ്നേഹത്തിൻ്റെ പുതിയ കൽപ്പന പറഞ്ഞു തന്നവൻ്റെ ആ കൽപ്പനയെ ഏറ്റുവാങ്ങാനുള്ള ഒരു ദൗത്യം ഈ പെസഹ തിരുനാൾ എന്നെ കാണിക്കുന്നുണ്ട്. ഏറെ നാളുകൾക്ക് മുമ്പ് ഞാൻ വായിച്ച ഒരു സംഭവം ഇതാണ്. അത് മഹാരാഷ്ട്രക്കാരിയായ ലതാ ഭഗവാൻ കരെ എന്ന് പറയുന്ന ഒരു 65 വയസ്സുകാരിയായ അമ്മയുടെ ജീവിതം. 2 പെൺമക്കളെയും കഷ്ടപ്പാടിൻ്റെ നടുവിൽ വിവാഹം ചെയ്ത് പറഞ്ഞയച്ചിട്ട് ജീവിത പങ്കാളിയോടൊപ്പം പാടത്ത് നോക്കുകുത്തിയുടെ പണി നിർവഹിച്ചു വരുന്ന, കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിതത്തിൽ സംതൃപ്തിയോടെ കടന്നുപോയ ഒരമ്മ ഒരു ദിവസം സന്ധ്യാനേരത്ത് വീടിൻ്റെ ഉമ്മറത്ത് ജോലി കഴിഞ്ഞു വന്ന് വൃത്തിയാക്കുന്നതിനിടയിൽ ജീവിത പങ്കാളി കുഴഞ്ഞു വീഴുകയാണ്. ഓടിച്ചെന്ന് അലറി വിളിച്ച് അടുത്തുനിന്ന് കടന്നുപോയ ഒരു സൈക്കിളുകാരൻ്റെ സഹായത്തോടെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, കാര്യം ഗൗരവമാണ്, ഇത്തിരി കൂടി ഉന്നതമായ ആശുപത്രിയിലേക്ക് ഇദ്ദേഹത്തെ കൊണ്ടുപോകണം, അവിടെ ചെന്നാലും സർജറി ചെയ്യേണ്ടി വരും, അതുകൊണ്ട് എത്രയും വേഗം മറ്റാശുപത്രിയിലേക്ക് പോകാം. അങ്ങനെ ഉന്നതമായ ആശുപത്രിയിലെത്തുന്ന ഈ അമ്മ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം സർജറി ചെയ്യാനുള്ള തത്രപ്പാടിലാണ്. പക്ഷേ കൈ കാലിയാണ്. എന്തു ചെയ്യുമെന്ന സങ്കടത്തോടെ അസ്വസ്ഥമായി പുറത്തിറങ്ങിയ ഈ സ്ത്രീ ജീവിത പങ്കാളിക്ക് ഒരു കപ്പ് ചായയും ഒരു ചെറുകടിയും വാങ്ങാൻ ചായക്കടയിലെത്തുമ്പോൾ ഒരു പരസ്യം കാണുന്നു. ഇത് പാരാപതി മാരത്തോൺ ഓട്ടമാണ്. ആ ഓട്ടത്തിൻ്റെ 1ാം സമ്മാനം 1 ലക്ഷം രൂപയാണ് പാരിതോഷികം. അവരതിൻ്റെ രജിസ്ട്രേഷൻ കൗണ്ടറിലേക്ക് ഈ പത്രപരസ്യം കണ്ട് ചെല്ലുകയാണ്.
ചെന്നപ്പോൾ അവിടെ ഇരുന്നവർ ചോദിച്ചു, നിങ്ങൾ ആരുടെ പേര് രജിസ്റ്റർ ചെയ്യാനാണ് വന്നിട്ടുള്ളത്? അവർ പറഞ്ഞു, എൻ്റെ പേര് തന്നെ. രജിസ്ട്രേഷൻ കൗണ്ടറിലുള്ളവർ പറഞ്ഞു, ഇത് നിങ്ങൾക്ക് ഓടാൻ പറ്റുന്ന ഓട്ടമല്ല. പക്ഷേ ഈ സ്ത്രീയുടെ നിർബന്ധത്തിന് വഴങ്ങി പേര് രജിസ്റ്റർ ചെയ്യുകയാണ്. അങ്ങനെ മത്സര ദിവസം ഓടാനുള്ളവരൊക്കെ ട്രാക്കിൽ റെഡിയായി നിൽക്കുമ്പോൾ വളരെ വേദനയോടെ വന്ന് നിൽക്കുന്ന ഈ സ്ത്രീയെ കണ്ടിട്ട് പലരും പറഞ്ഞു, ഇവരെന്തിനാണ് ട്രാക്കിൽ ഇറക്കിയത്? അവരെ കൂവുന്നുണ്ട്, അവരെ പരിഹസിക്കുന്നുണ്ട്. അതൊന്നും വകവയ്ക്കാതെ തനിക്ക് കിട്ടിയ ആ ട്രാക്കിലേക്ക് കുതിച്ചു പായാൻ സർവശക്തിയും ഉപയോഗിച്ച് ജീവിതത്തിൽ ഒറ്റ ഒരു ലക്ഷ്യമുള്ളൂ, ജീവിത പങ്കാളിക്ക് ജീവൻ കിട്ടാൻ എനിക്കൊരു സമർപ്പണം നടത്തണം എന്ന ലക്ഷ്യം. അവരോടുകയാണ്. നല്ല യുവത്തിടമ്പുകളോടൊപ്പം അവരോടി. അവസാനം ആ മാരത്തോണിൽ 1ാം സമ്മാനമായ 1,00,000 രൂപ ഈ ലതാ ഭഗവാൻ കരയെ സ്വന്തമാക്കുമ്പോൾ കൂവി വിളിച്ചവരൊക്കെ സ്ത്രീയെ വാനോളം ഉയർത്തുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, എൻ്റെ ജീവിത പങ്കാളിക്ക് ജീവൻ കൊടുക്കാൻ എൻ്റെ കൂടെ നടന്ന് എന്നെ ബലപ്പെടുത്തിയൊരു ദൈവമുണ്ടായതാണ് എൻ്റെ വിജയത്തിൻ്റെ കാരണം. ഇത്തരത്തിലുള്ള ഒരു സമർപ്പണത്തിൻ്റെ കുർബാനയായി മാറുന്നതിൻ്റെ ഓർമ്മ എൻ്റെ മുമ്പിൽ വീണ്ടും വീണ്ടും എടുത്തു കാണിക്കുകയാണ് ഈ പെസഹ. സമർപ്പണം ചെയ്യേണ്ടവനാണ്. അവൻ്റെ ആ അത്താഴമേശയിൽ എല്ലാവരെയും അവൻ ചേർത്ത് പിടിച്ചു. തന്നെ ഒറ്റിക്കൊടുത്തവനെയും തള്ളിപ്പറഞ്ഞവനെയും കൂടെ നടന്നിട്ട് മാറിപ്പോയവനെയും, എന്നിട്ടും അവൻ്റെയുമൊക്കെ കാലുകളെ കൈവെള്ളയിലെടുത്ത് അത് കഴുകി സ്നേഹത്തിൻ്റെ ഏറ്റവും താഴേക്കിറങ്ങിയ മാതൃക നൽകിയ ക്രിസ്തുവിൻ്റെ ഒരു പെസഹ തിരുനാളിൽ ഞാൻ കണ്ടുമുട്ടിയവനെയും ഞാൻ അനുഭവിച്ചവനെയും എനിക്കറിയാവുന്ന ക്രിസ്തുവിനെയും സ്നേഹത്തിൻ്റെ ചെറിയ ഭാഷ കൊണ്ട് പകർന്നു കൊടുക്കാൻ ശക്തി സ്വീകരിക്കുന്ന ഒരു ദിവസം. ഏറെ നാളുകൾക്ക് മുമ്പ് പത്രത്തിലൊരു വാർത്ത കണ്ടു. അത് പാകിസ്ഥാനിലെ ഒരു മീൻപിടുത്തക്കാരൻ്റെ വാർത്തയാണ്. ഒരൊറ്റ രാത്രി കൊണ്ട് 7 കോടി സ്വന്തമാക്കിയ ഒരു മീൻപിടുത്തക്കാരൻ. ഒരു രാത്രി അദ്ദേഹത്തിൻ്റെ ആ മത്സ്യബോട്ടിലേക്ക് സോവ എന്ന് പറയുന്ന മീനിൻ്റെ ഒരു ചാകര കിട്ടി. അതിനെ ഗോൾഡ് ഫിഷ് എന്നാണ് വിളിക്കുക. വളരെ വില പിടിച്ച ഈ മത്സ്യം ഭക്ഷണത്തിൽ രുചിയേറുന്നതാണ്, ഒപ്പം ഇത് മെഡിസിനാണ്. അത്രയ്ക്ക് വിലയുള്ള ഈ മത്സ്യം ഇദ്ദേഹത്തിൻ്റെ ഈ വഞ്ചിയിൽ കയറിയിട്ട് ഒരൊറ്റ രാത്രി കൊണ്ട് അയാൾക്ക് സ്വന്തമായത് 7 കോടിയാണ്. ഈ 7 കോടി ഒരു അത്ഭുതമല്ലേ എന്ന് അയാളോട് ചോദിക്കുമ്പോൾ അയാൾ പറയുന്ന മറുപടി ഉണ്ട്, ഇതിലും കഷ്ടപ്പെടുന്ന വേദനിക്കുന്ന എൻ്റെ കൂടെയുള്ളവർക്ക് കൂടി അവകാശപ്പെട്ടതാണ് ഇതിൻ്റെ ഓഹരി. ഇന്ന് മറ്റുള്ളവൻ്റെ കയ്യിലുള്ളത് കൂടി പിടിച്ച് പറിക്കാൻ ഒരുങ്ങുന്ന, അവൻ്റെ മേൽ അധികാരത്തിൻ്റെ ധാർഷ്ട്യം പ്രയോഗിക്കാൻ തല ഉയർത്തി നടക്കുന്ന, മറ്റുള്ളവനെ കേൾക്കാൻ പോലും സമയമില്ലാത്ത, അവനെ പരിഗണിക്കാൻ പോലും വില കൊടുക്കാത്ത, അത് മനുഷ്യജീവനാണെന്ന് കരുതി അവനെ ആദരിക്കാൻ പറ്റാത്തൊരു സംസ്കാരത്തിൻ്റെ നടുവിൽ ഇതുപോലത്തെ സ്നേഹത്തിൻ്റെ ചില പങ്കുവെക്കലുകളൊക്കെ എൻ്റെ ജീവിത നിയോഗമാകുമ്പോൾ ഞാനും പയ്യെ കുർബാനയായി രൂപാന്തരം പ്രാപിക്കുകയാണ്. അങ്ങനെ കുർബാനയായി രൂപാന്തരം പ്രാപിക്കാനുള്ള ബലം സ്വീകരിക്കാൻ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പറ്റുമെങ്കിൽ ഒരു 5 മിനിറ്റെങ്കിലും ഇരുന്ന് ആ സമർപ്പണത്തെ നമുക്കൊന്ന് ഏറ്റുവാങ്ങാം. ഒപ്പം ഇന്ന് പൗരോഹിത്യ സ്ഥാപന ദിനം കൂടിയാണ്. എനിക്ക് വേണ്ടി എന്നും അൾത്താരയിൽ അപ്പം മുറിച്ച് തരുന്ന, എൻ്റെ കൂടെ നടക്കുന്ന, എനിക്ക് വേണ്ടി കൂദാശകൾ പരികർമ്മം ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട വൈദികരെ നന്ദിയോടെ നെഞ്ചിലേറ്റിയിട്ട് ദൈവസന്നിധിയിൽ വിശ്വസ്തതയുടെ കിരീടം നൽകാൻ ദൈവം അവരെ ഉപകരണങ്ങളാക്കണമെന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പെസഹ തിരുനാളിൻ്റെ ആഘോഷം പൂർണ്ണമാക്കാം. കൂട്ടായ്മയുടെയും പങ്കാളിത്തത്തിൻ്റെയും പ്രേക്ഷിത ദൗത്യത്തിൻ്റെയും ചൈതന്യം ഈ പെസഹ തിരുനാളിൽ എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി.